ഹലോ എവ്രിവൺ, എല്ലാവരും വീക്കെൻഡൊക്കെ ആഘോഷിച്ച് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനെ നന്നായിട്ട് കുളിപ്പിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചോളൂ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തരച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഏകദേശം 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില. ഇനി വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അതിനുശേഷം നമുക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 2 ഏലക്ക, ഏകദേശം 4 ഗ്രാമ്പൂ. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെറിയ തീയിലിട്ട് പതിയെ വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. തേങ്ങയുടെ കളറ് മാറുന്ന വരെ വേണേൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലോട്ട് കൊണ്ടുവന്ന് പതിയെ വേണം അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്ത് ഏകദേശം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാം പാകത്തിനായിട്ടുണ്ട്. പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി, എല്ലാത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റായിട്ട് വരണം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ടതില്ല. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ വറ്റൽ മുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവാളയും ബാക്കി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 സവാളയുടെ അളവിൽ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ചെറിയ ഉള്ളി മാത്രമോ അല്ലെങ്കിൽ സവാള മാത്രമോ അല്ലെങ്കിൽ മിക്സ് ചെയ്തോ എങ്ങനെയായാലും എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റായി വരുമ്പോഴേക്കും 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്നുകൂടി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 പൊട്ടറ്റോ ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് എടുക്കുന്നത്. ഇനി ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ ഏകദേശം 1.25 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ പീസുകളാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഏകദേശം 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. ഞാൻ ഇച്ചിരി പോലും വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് അര വേവായി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ കൂടുതൽ വെള്ളം അല്ലെങ്കിൽ കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറ് കഴുകി വെച്ചിരുന്ന വെള്ളം ആഡ് ചെയ്യാം. ഇനി ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇനി ഒരു 15 മിനിറ്റും കൂടി നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ ആയിട്ട് നമ്മുടെ ചിക്കനെല്ലാം വെന്ത് പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്ത ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ പറയേണ്ട അത്ര അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി എന്തെങ്കിലും റെസിപ്പി നിങ്ങളുടെ സൈഡിൽ നിന്ന് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളും കൂടി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.